മഞ്ഞുമൽ ബോയ്സ് കള്ളപ്പണക്കേസിൽ നിർമ്മാതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹം. ബിനാമി ഇടപാടുകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ച് ഇഡി. നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിനും നിയമോപദേശം തേടി ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, കടുത്ത നടപടിയിലേക്ക് കിടക്കാൻ തന്നെയാണ് ഇഡിയുടെ നീക്കം. KP കള്ളപ്പണ ഇടപാടുകളിൽ പ്രത്യേകിച്ച് സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ തോതിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന വിവരം നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു. അതിനിടയിലാണ് മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട് നേരിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുന്നതും അതിന്റെ തുടർച്ചയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായും അന്വേഷണ സംഘം സംശയിക്കുന്നത് നിർമ്മാതാക്കളുടെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് വിശദമായ അന്വേഷണം നടക്കുന്നത്. കാരണം ഈ നിർമ്മാതാക്കൾ വലിയ തോതിൽ ബിനാമി ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, അത് എവിടെയെല്ലാമാണ് അത്തരത്തിൽ നടത്തിയിട്ടുള്ളത്, ഇത്തരത്തിൽ ഈ ലഭിച്ചിരിക്കുന്ന കളക്ഷൻ തുക എങ്ങനെ വിനിയോഗിച്ചു, പുറമെ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള കളക്ഷൻ സിനിമ നേടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. കാരണം 250 കോടി രൂപയാണ് കളക്ഷൻ നേടിയത്, 200 കോടി ക്ലബിൽ ഇടം പിടിച്ചു എന്നെല്ലാമായിരുന്നു അവകാശവാദം. എന്നാൽ ഇത്തരത്തിൽ പല സിനിമകളും കളക്ഷൻ പെരുപ്പിച്ചു കാണിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കാനാണ്. പല നിർമ്മാതാക്കളുടെയും കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മറയാക്കി സിനിമാ നിർമ്മാണത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ സിനിമയുടെ മറവിലുള്ള ഈ കള്ളപ്പണ ഇടപാടിലാണ് ഇപ്പോൾ ഇഡി അന്വേഷണം ഘടിപ്പിച്ചിരിക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.